ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ സന്ദർശിച്ച് അലീനയും സ്റ്റാൻലിയും അതുപോലെ തന്നെ വല്യപ്പച്ചനൊക്കെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങി അവര് വീട്ടിലേക്ക് കയറുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഡ്രൈവറും അതുപോലെ തന്നെ ആൻറ്റപ്പച്ചേട്ടനും ഒക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാ സ്ഥലവും പോയി കണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, എല്ലാ സ്ഥലവും ഒരു ദിവസം തന്നെ കണ്ടു തീർക്കാൻ പറ്റില്ലല്ലോ, ഇനിയും ഉണ്ട് ഒരുപാട് കാണാൻ. ഇനിയും സമയമുണ്ടല്ലോ ഒരുപാട്, പോയി കാണാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ആനപ്പച്ചേട്ടനോട് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ അലീനയെ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചത്, ഫാക്ടറിയിലും അതുപോലെ തന്നെ എസ്റ്റേറ്റിലൊക്കെ. അപ്പം ഇനി ഫാക്ടറി അവളുടെ പേരിൽ എഴുതി കൊടുക്കാനായിരിക്കും എന്ന് അവർ പരസ്പരം അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ഓ, ഇന്നലെ വന്ന് കയറിയ പെണ്ണിന്റെ പേരിൽ ഫാക്ടറി എഴുതി കൊടുക്കേ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്, അവസാനം നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ ആവോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയപ്പച്ചൻ പിന്നീട് നമ്മൾ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മകളെ ഇനി നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണോ, അതായത് ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണോ കാണണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി പപ്പയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അവൾ പറയുന്നുണ്ട്, ആ പോണം, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഓർഫനേജ് ഓൾഡ് ഏജ് ഹോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. കൊല്ലം അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ അലീന കൊച്ച് പറയുന്നുണ്ട്. പിന്നെ പുനലൂരിലും ഉണ്ടെന്ന് തോന്നുന്നു, അവിടേക്ക് പോയാലും നമുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പോയിട്ട് വല്ലതും കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളെ സ്റ്റാൻലി പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. നിനക്ക് ഈ ഓർഫനേജ് ഓർഫനേജ് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, എനിക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല, എനിക്ക് ഇറിറ്റേറ്റ് ആണ് അത് കേൾക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ പാവം നമ്മളെ അലീന പറയുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ ഓർഫനേജിൽ വളർന്ന എന്നെ കാണുമ്പോഴും ഇതൊക്കെ വരില്ലേ, ദേഷ്യവും ഇഷ്ടക്കേടൊക്കെ തോന്നില്ലേ, ഞാൻ പോയിക്കോളാം ഇവിടുന്ന്, എനിക്ക് പാലയിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് എന്തോ ചെറിയ വിഷമമൊക്കെ തോന്നും. നിന്നോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറഞ്ഞോ, ഇല്ലല്ലോ, ഓർഫനേജിന്റെ കാര്യം പറയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അന്നേരം അവൾ പറയുന്നുണ്ട്, ഞാൻ 23 വർഷം അവിടെയാണ് കഴിഞ്ഞത്, അപ്പൊ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ അവരെ ഞാൻ മറക്കാൻ പാടുണ്ടോ, അവിടെയുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ വളർന്നത് 23 വർഷം. അപ്പോൾ ഇനി വരുന്ന 23 വർഷം എനിക്ക് അവിടേക്ക് സഹായം ചെയ്യണം, എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയും ഇല്ലേ ഇതുപോലെ എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ, ആരും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കും ഉണ്ടായിരിക്കും എവിടെയെങ്കിലും ഇതുപോലെ സ്റ്റാൻലി പപ്പയും വൈജയന്തി അമ്മയൊക്കെ, ആരും ആരെയും നോക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൻ്റപ്പൻ ചേട്ടനോട് പറഞ്ഞാൽ മതി എന്നുള്ളൊരു അഭിപ്രായം സ്റ്റാൻലി ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ സഹായം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൈസ സ്റ്റാൻലി പാപ്പ തരും, പക്ഷേ ഇങ്ങനത്തെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായിക്കോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറയുന്നുണ്ട്, അതിന് എൻ്റെ പപ്പ ആൻ്റപ്പൻ ചേട്ടനല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് എന്തോ പോലെയായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് വരും. അങ്ങനെ അവിടുന്ന് സ്റ്റാൻലി പോവും, നമ്മളെ അലീനയും അവിടുന്ന് പോകും കേട്ടോ. സ്റ്റാൻലി പോയിട്ട് നേരെ മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അങ്ങോട്ട് നമ്മളെ വലിയപ്പച്ചൻ വരുന്നുണ്ട്. വലിയപ്പച്ചന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി, എന്തായാലും നമ്മളെ അലീന കൊച്ചിന് ചുക്കാൻ പിടിക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. അന്നേരം സ്റ്റാൻലി പപ്പ ചോദിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി വന്നതല്ലേ, അതെനിക്കറിയാം, ചിന്നമ്മയുടെ മുഖം വാടിയോണ്ട് വന്നതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ഓ അതുകൊണ്ട് വന്നതല്ല, എനിക്ക് നിന്നേക്കാൾ വലുതാണ് അവള്, അങ്ങനെയല്ല, പക്ഷെ ന്യായം ആര് പറയുന്നതോ അവരുടെ ഭാഗത്ത് നമ്മൾ നിന്നല്ലേ പറ്റുള്ളൂ. അപ്പം അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നോട് ഇതുവരെ ആരും ധിക്കരിച്ച് സംസാരിച്ചിട്ടില്ല, എതിർത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞവരോടൊക്കെ ഞാൻ പോയി പണി നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൾ കണ്ടില്ലേ എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നു. എനിക്ക് അവൾ ഈ ഓർഫനേജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം എനിക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം വല്യപ്പച്ചനും പറയുന്നുണ്ട്, എനിക്കും അത് കേൾക്കുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവൾ പറയുന്നതിലും സത്യമില്ലേ, അവളുടെ മനസ്സ് നല്ല മനസ്സാണ്, ആത്മാർത്ഥതയും നന്മയും സ്നേഹവും ഉള്ള കുട്ടിയാണ് അവൾ, അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടും നമുക്കത് ചെയ്തുകൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ അതിന് പറഞ്ഞത്, ആൻ്റപ്പച്ചേട്ടൻ ചെയ്താൽ പോരേന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നീയല്ലേ അവളുടെ പപ്പ, അവളുടെ പപ്പയുടെ അടുത്തല്ലേ അവൾക്ക് ഇത്രയും ആത്മാർത്ഥതയോടും സ്വാതന്ത്ര്യത്തോടും കൂടി സംസാരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നിന്നോട് അവൾ പറഞ്ഞത്, അപ്പം നീ അത് അനുസരിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഉപദേശമൊന്നും നമ്മളെ സ്റ്റാൻലി പപ്പയ്ക്ക് അങ്ങോട്ട് എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇന്ന് വരെ അയാളെ എതിർത്തിട്ട് പട്ടാളത്തിലും അതുപോലെ തന്നെ അവിടം വിട്ടതിന് ശേഷം ഇവിടെയും ആരും സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അയാളോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതും ആ വാക്കുകൾക്ക് മുന്നിൽ പതറി പോകുന്നതും അലീന കൊച്ച് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ. പക്ഷെ അത് തന്നെ അയാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. പിന്നെ അവൾ എവിടുന്ന് പോകുമെന്നും പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യവും സങ്കടം എല്ലാം അയാൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ അവൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തനിക്കാണെങ്കിൽ ഇങ്ങനെ ആരുടെ മുന്നിലും ചെറുതായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല, എല്ലാവരുടെ മുന്നിലും
വലിയ ഗൗരവത്തോട് കൂടി നിൽക്കുന്ന ആളാണ്. ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു ക്യാരക്ടറുമാണ് കേണൽ സാറിൻ്റെത്. അപ്പോൾ സ്വന്തം മകളുടെ അടുത്ത് ഇങ്ങനെ ആയിപ്പോയി. ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അയാൾ കാണിക്കുന്നുണ്ട് പപ്പയുടെ അടുത്ത്, അതായത് വല്യപ്പച്ചൻ്റെ അടുത്ത്. പക്ഷെ വല്യപ്പച്ചനാണെങ്കിൽ നമ്മളെ അലീന കൊച്ചിൻ്റെ ഭാഗം നിന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പറയുന്നുണ്ട് സ്റ്റാലിനി പുനലൂരിൽ നിന്ന് ഓടിക്കിതച്ച് ഇങ്ങോട്ട് വന്നത് ഇവളെ ഇവിടുന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഓടിക്കാനല്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ അവളെ പേടിച്ച് നിൽക്കല്ലേ. എനിക്ക് അവളെ പേടിയൊന്നുമില്ല, അതിന് ഞാൻ വേറെ ജനിക്കണം എന്നൊക്കെ വല്യപ്പച്ചൻ വെറുതെ ഉന്തിത്തള്ളി വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതടിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മദ്യമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അതിനൊന്നും ഒരു മൂഡില്ല, ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ തലവേദനയൊക്കെ എന്തായാലും ഇത് കുടിച്ചാൽ അങ്ങ് മാറിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന കൊച്ചിന് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നുള്ളത് നമ്മളെ സ്റ്റാലിനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വഭാവമൊക്കെ ഇപ്പോൾ തൽക്കാലം വല്യപ്പച്ചൻ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ വല്യപ്പച്ചൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നുമല്ല. എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ കേണൽ സാറിൻ്റെ കൂടെ അടിക്കാറൊക്കെ ഉള്ളതാണ്. ഇപ്പം പെട്ടെന്ന് ആളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അവളെ പേടിച്ചിട്ടാണെന്നുള്ളത് എന്തായാലും നമ്മളെ സ്റ്റാലിനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്തായാലും തൽക്കാലം ഇപ്പം വല്യപ്പച്ചൻ അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, നീ അവള് പറയും പോലെ ചെയ്യ്, അവള് നല്ല കുട്ടിയാണ്, നല്ല മനസ്സുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്റ്റാൻലി ആണെങ്കിൽ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എത്ര അങ്ങോട്ട് വിചാരിച്ചിട്ടും അലീന പറയുന്നതിനനുസരിച്ച് തുള്ളി കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഒന്നാമത് അയാൾക്ക് ഈ ഓർഫനേജ് എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ വീണ്ടും അയാളെ കുത്തി കുത്തി പറയുന്നത് പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ പോരാത്തതിന് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതും അയാൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതേ സമയം നമ്മളെ കടപ്പാട്ടൂരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വൈജയന്തി ഒരു സെർവൻറ്റിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് പുതിയ വേലക്കാരി വേണം, അതായത് ജോലിക്കാരി വേണമെന്ന് നമ്മളെ ബാലചന്ദ്രനോട് പറഞ്ഞിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ തൽക്കാലം ഈ വീട്ടിലില്ല, എൻ്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് പണി അറിയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പണിക്കാരത്തിയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ ആദ്യം നമ്മളെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ വന്ന ഉടനെ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കയ്യിൽ ഡ്രസ്സൊക്കെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടുന്ന് നൈറ്റിയൊക്കെ തന്നാൽ ഞാൻ ഇട്ടോളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കി എടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അവരോടും, അതായത് വന്ന ആ സെർവൻറ്റിൻ്റെ അടുത്തും കുറച്ച് ദേഷ്യത്തിലും കുറച്ച് ഗൗരവത്തിലാണ് നമ്മളെ വൈജയന്തി സംസാരിക്കുന്നത്. അങ്ങനെ ബബിക്കും കൃഷ്ണമോൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അന്നേരം അവർ അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്നു. കൃഷ്ണമോളാണെങ്കിൽ ചായ ഉണ്ടാക്കുകയാണ്, ബബി ആണെങ്കിൽ ബജ്ജി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇനി ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, അതിനിവിടെ പുതിയ ആൾ വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊരു നല്ല അഭിപ്രായം ഇവർക്കില്ല. കാരണം ഇവിടെ ഒരു സെർവൻറ്റിൻ്റെ ആവശ്യമില്ല, ഞങ്ങളെല്ലാ പണി എടുത്തോളൂ എന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇവരെടുത്തോളൂ എന്ന് വാശി പിടിച്ചിട്ട് വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. ഇനി കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ചായ ഇടട്ടെന്ന് ചോദിച്ചപ്പോൾ ഇന്നിട്ടോ നാളെ മുതൽ വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയമായപ്പോഴേക്കും ബാലചന്ദ്രനും വരുന്നുണ്ട്. ബാലചന്ദ്രൻ വരുന്ന സമയത്ത് നമ്മളെ കൃഷ്ണമോളും അതുപോലെ തന്നെ ബബിയും എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ചായയൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവളോടും എടുത്ത് കുടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് വന്ന സെർവൻറ്റിൻ്റെ പേര് സുനിത എന്നാണ്. സുനിതയോടും ചായ കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വന്നപ്പോൾ ബാലചന്ദ്രനോടും അച്ഛാ ചായ ഇതാന്ന് പറഞ്ഞ് കൃഷ്ണമോള് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് സുനിതയെ കാണുമ്പോൾ ഇതാരാന്ന് നമ്മളെ ബാലചന്ദ്രനെ അറിയില്ലല്ലോ. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സുനിത എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ബബി പറയുന്നുണ്ട്, അമ്മ വിളിച്ച പുതിയ സെർവൻ്റ് ആണെന്ന്. ഇവിടെ ഒരു സെർവൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇല്ലായിരുന്നു അച്ഛാ, അമ്മ വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കുള്ള ശമ്പളം ആര് കൊടുക്കുന്നത് ബാലചന്ദ്രൻ ആദ്യം ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള ശമ്പളമൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അന്നേരം വൈജയന്തി വിളിച്ചു പോകുന്നുണ്ട്, ബബിയെയൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ആഹാരം റെഡി ആയിട്ടുണ്ട്, നമ്മളെ രോഹിനെ വിളിച്ചോ അച്ഛനെ വിളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടേബിളിൽ ഇരുന്ന ബബി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന്. അതൊക്കെ കഴിക്കുമ്പോൾ അറിഞ്ഞാൽ പോരെ, ആദ്യമേ അറിയണമെന്ന് ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട് വൈജയന്തി. സുനിത എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരുക്കി മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്, പ്ലേറ്റും കൊടുക്കുന്നുണ്ട്. വൈജയന്തിയും പ്ലേറ്റൊക്കെ വെക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത്തും അതുപോലെ തന്നെ ബാലചന്ദ്രനും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വാഷ് ബേസിൽ നിന്ന് നമ്മളെ ബാലചന്ദ്രൻ കൈ കഴുകുന്ന സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ ബൈക്ക് പഴയതായിട്ടുണ്ട് അച്ഛാ, എനിക്ക് പുതിയ ബൈക്ക് വാങ്ങണം. എത്ര കാലം പഴക്കം ഉണ്ടടാ നിന്റെ ബൈക്കിന് ചോദിക്കുമ്പോൾ 3 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ സുനിത വിളമ്പി കൊടുക്കായിരുന്നു. ആ സമയത്ത് സുനിതയോടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വൈജയന്തി അഭിപ്രായപ്പെടുന്നുണ്ട്. നീ എന്തിനാ വായ നോക്കി നിൽക്കണേ, നീയും കൂടി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ടേബിളിലേക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. നമ്മളെ സുനിതയെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈജയന്തിയെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രനും ഒരു നിമിഷം പതറി നിൽക്കുന്നുണ്ട് അവളുടെ സംസാരത്തിൽ. കാരണം അലീന ഇവിടെയുള്ള സമയത്ത് ഒരു ടേബിളിൽ ഒരു സ്വീകരണമൊന്നും അവൾക്ക് ഇവിടുന്ന് നമ്മളെ വൈജയന്തി ഒഴിച്ച് ബാക്കി എല്ലാവരും കൊടുത്തിരുന്നു.
പക്ഷെ വൈജയന്തി മാത്രം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ സുനിത വന്നപ്പോൾ അവളോട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ വർത്താനം കേട്ടിട്ട് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സുനിതയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സുനിത ഭക്ഷണം കഴിക്കാൻ വരട്ടെ എന്ന്. സുനിതയ്ക്ക് നമ്മളെ ബാലചന്ദ്രൻ കൊടുക്കുന്ന മറുപടി വൈജയന്തിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് കേട്ടോ. കാരണം വൈജയന്തിയോട് പറയാനുള്ള കാര്യമായിരിക്കും സുനിതയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കുക. എന്തായാലും എല്ലാവരുടെയും കൂടെ ഭക്ഷണം ഇരുത്തി കഴിപ്പിക്കുന്നതിനൊന്നും ബാലചന്ദ്രനോ മക്കൾക്കോ കുഴപ്പമില്ല. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഇതിന് മുൻപ് ഇവിടെ വന്നിരുന്ന അലീനയ്ക്ക് ആ ഒരു ഇതൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ വന്ന സുനിതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവർക്ക് ദേഷ്യം വന്നത്. എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ആ വീട്ടിൽ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.